മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ സാധിക്കാത്തത് നൊമ്പരപ്പെടുത്തിയെന്ന് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് റിപ്പോർട്ടറിനോട്. വിവാദത്തിൽ താൽപര്യമില്ല, മികച്ച സ്വീകരണമാണ് NSS ആസ്ഥാനത്ത് ലഭിച്ചതെന്നും CV ആനന്ദബോസ് പറഞ്ഞു. എൻ്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് NSSനെ കുറിച്ചുള്ള പരാതിയൊന്നുമില്ല. ഞാൻ ചെന്ന വേളയിൽ എന്നെ വളരെ ഹൃദ്യമായി തന്നെ സ്വീകരിച്ചു. പുഷ്പാർച്ചന നടത്താനുള്ള അവസരം കിട്ടിയില്ല എന്നത് മാത്രമാണ് എൻ്റെ മനസ്സിന് ഒരു നൊമ്പരമുണ്ടാക്കിയത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഇപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. ഇനി വിവാദത്തിനില്ല, പറയാനുള്ളത് പറഞ്ഞു എന്ന് അവസാനിപ്പിക്കുകയാണോ അദ്ദേഹം? സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തനിക്ക് അവസരം ലഭിച്ചില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശം അദ്ദേഹം ഇനി വിവാദമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മന്നം സമാധിയുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടന്ന പരിപാടിയിലാണ് ഗവർണറായി ചുമതലയേൽക്കുന്ന മുൻപ് മന്നം സമാധിയിൽ പെരുന്നയിൽ എത്തിയതും അതിനുശേഷം തനിക്ക് അവിടെ മികച്ച സ്വീകരണം ലഭിച്ചെങ്കിലും മന്നം സമാധി തനിക്ക് പുഷ്പാർച്ചന നടത്താൻ അവസരം ലഭിച്ചില്ല എന്നും അദ്ദേഹം പരിഭവം പറഞ്ഞത് NSS നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് വ്യക്തമാണ്. അദ്ദേഹം അല്പം കടന്ന് ഗേറ്റ് കീപ്പറെ കാണാൻ വേണ്ടിയല്ല പെരുന്നയിൽ എത്തുന്ന അടക്കമുള്ള വിമർശനങ്ങളും മന്നം സമാധി ആരുടെയും അത്തരത്തിൽ കൈവശം വെക്കേണ്ട ഒരു സ്വത്തല്ല എന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്ന ശക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ സുകുമാരൻ നായർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല എന്ന് വ്യക്തമാക്കി പൂർണ്ണമായി അത് തള്ളുകയും ചെയ്തിരുന്നു. വിവാദത്തിന് വേണ്ടിയാണ് ഈ വാർത്ത എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഈ പ്രസ്താവനയെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CV ആനന്ദബോസ് ഇത് കൂടുതൽ വ്യക്തവരുത്തിയാണ്. ഇനിയിപ്പോൾ വിവാദത്തിൽ താൻ ഇല്ല എന്നാണ് പറഞ്ഞത്. തനിക്ക് NSS ആസ്ഥാനത്ത് മികച്ച സ്വീകരണം ലഭിച്ചു, പക്ഷേ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ കഴിയാത്തത് മാത്രമാണ് തന്നെ പ്രയാസം ഉണ്ടാക്കിയത്. അത് പറയുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്താണെങ്കിലും പശ്ചിമബംഗാൾ ഗവർണർ ഈ വിവാദം അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതിഷേധം എന്തെങ്കിലും വരുമോ എന്നാണ് പ്രധാനപ്പെട്ടത്. 62 വർഷത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സുകുമാരൻ നായർ അവരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സ്മൃതി. ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.